മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർദ്ധരാത്രിയിൽ 12 മണിക്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ തന്നെ ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. ഞാൻ അതിന്റെ പൂർണ്ണ പരിഭാഷ വായിച്ചു കേൾപ്പിക്കാം. ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മൗദൂദി ചാനലിലൊക്കെ ഇരുന്നിട്ട് അജിംസ് ഒക്കെ വിളിച്ചു പറഞ്ഞിരുന്നത് ഇവിടെ സംഘികളൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഈ സമരം നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാമിലേക്ക് ആരും വരുന്നില്ല എന്നൊക്കെയാണ് അജിംസ് മൊണ്ണത്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നത്. ആ അജിംസ് ഉൾപ്പെടെയുള്ള സകല ആളുകളും കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ. കോക്രോച്ച് ജനതാ പാർട്ടിക്കാര്, രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെതിരെ നിൽക്കുന്ന സകല ആളുകളും പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം അതേ ഇൻസ്റ്റഗ്രാമില് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത്, ഞാൻ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കൂട്ടുകാരെ, നീറ്റ് പേപ്പർ ലീക്ക് ഒരു സാധാരണ വിഷയം അല്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അത് വളരെ വേദനാജനകമായി. അതിനാൽ പേപ്പർ ലീക്കായ അന്ന് മുതൽ കഴിഞ്ഞ 2.5 മാസമായി ഒരുപാട് നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. കുറ്റക്കാരെ പിടിച്ചു, അവർ ജയിലിലാണ്. വിദ്യാർത്ഥികളുടെ 1 വർഷം നഷ്ടമാകരുത് എന്നതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തത്. പുനഃപരീക്ഷ നടത്തുന്നത് വളരെ അത്യാവശ്യമായിരുന്നു. ഗവൺമെന്റ് മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കുറഞ്ഞ സമയം കൊണ്ട് 22 ലക്ഷം വിദ്യാർത്ഥികൾക്കായി പരീക്ഷ നടത്തി. 19-ന് റിസൾട്ട് വരികയും ചെയ്തു. ദേശം മുഴുവൻ വിജയിച്ചവരുടെ സന്തോഷത്തിന്റെ വാർത്തകളും വന്നു. ഞങ്ങൾ സന്തോഷം പങ്കുവെക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ല. ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിന് വേണ്ടി നിർദ്ദേശം കൊടുത്തു. ആ ഡിപ്പാർട്ട്മെന്റ് രാപ്പകൽ ജോലി ചെയ്തു. എനിക്ക് ലേറ്റ് നൈറ്റിൽ റിപ്പോർട്ടും തന്നു. ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനുള്ള നടപടിയും എടുത്തിട്ടുണ്ട്. നാളെ ക്യാബിനറ്റിൽ ചർച്ച ഉണ്ടാകും. അതിനുശേഷം അംഗങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഫൈനൽ തീരുമാനം ഉണ്ടാകും. തിങ്കളാഴ്ച മുതൽ പാർലമെന്റ് തുടങ്ങുമ്പോൾ ഈ ബില്ല് എത്രയും വേഗം പാസ്സാക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇൻസ്റ്റാഗ്രാമിൽ മോദി വീഡിയോയുമായിട്ട് രംഗത്തെത്തിയതാ. ഇതുകൊണ്ടൊക്കെയാ പറയുന്നത്, പ്രതിപക്ഷം ചിന്തിക്കുന്നതിന് ഒരു പടി അപ്പുറം നിന്ന് നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ ചടുലമായിരിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. കൃത്യമായിട്ട് രാജ്യത്തെ പുതുതലമുറയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ എക്സാം വീണ്ടും നടത്തിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ്, നമ്മുടെ പുതുതലമുറ തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടത്. അവർക്ക് വേണ്ടിയാണ്, 1 വർഷം പാഴായി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഉടനെ തന്നെ ഈ എക്സാം നടത്തിയത്. അതിന്റെ റിസൾട്ട് വന്നു. ജൂലൈ 19-ന് റിസൾട്ട് വന്നു. ദേശമാകെ ആഘോഷം നടന്നു. ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ആഘോഷത്തിന് ഒപ്പമല്ല. ഞാൻ നിലകൊള്ളുന്നത് നമ്മുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആളുകളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന വിഷയത്തിലാണ്. ഈ അർദ്ധരാത്രിയിൽ എനിക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഓരോ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങൾ കൃത്യമായിട്ട് കുറ്റക്കാരെ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്നു. ഫാസ്റ്റ് ട്രാക്ക് നടപടികൾ, ഫാസ്റ്റ് ട്രാക്ക് കോടതി, സകല സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 1 മണിക്കൂർ കൊണ്ട് 20 ലക്ഷത്തിലധികം ആളുകൾ അതിന് വന്ന് ലൈക്ക് അടിക്കുന്നു, അതിന് ഷെയറുകൾ വരുന്നു. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഇൻസ്റ്റാഗ്രാമിലാണ്, ഇൻസ്റ്റാഗ്രാമിൽ പലതും സംഭവിക്കുന്നു എന്നൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞ ആളുകളോട് പറയാണ്, നിങ്ങളുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയൊക്കെ 10 മടങ്ങ് ശക്തിയിൽ നരേന്ദ്രമോദിയുടെ ആ പ്രഖ്യാപനത്തെ
പുതുതലമുറ ഏറ്റെടുത്തിരിക്കുന്നു. രാജ്യത്തെ പുതുതലമുറ നരേന്ദ്രമോദിക്കൊപ്പ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്ന ആ വീഡിയോ ഒന്ന് പോയിട്ട് നോക്കണം. രാജ്യത്തെ പുതുതലമുറ നരേന്ദ്രമോദിക്കൊപ്പ. ഒരു തർക്കവും അതിലാർക്കും തന്നെ വേണ്ട. ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പൊക്കി പിടിച്ച് അതിലെന്തൊക്കെയോ മലമറിക്കുന്നു എന്ന് പറഞ്ഞവരുടെ മണ്ടക്ക് തന്നെ നോക്കി നരേന്ദ്രമോദിയുടെ വക ഒരു ഒന്നൊന്നര കൊട്ട് വന്നിരിക്കുന്നു. അതേ ഇൻസ്റ്റാഗ്രാമിൽ പുതുതലമുറയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ നേരിട്ടുള്ള രംഗപ്രവേശനം എന്ന് പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നടുവടിക്കുന്നതിന് സമമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ. വളരെ വ്യക്തമാണ്. രാജ്യത്തെ പുതുതലമുറയോട് പറയാ, നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്. രാജ്യത്തെ ജനതയോട് വിളിച്ചു പറയുന്നു, ഞാൻ നടപടി എടുത്തോണ്ടിരിക്കുന്നു, ഒരാളെയും വെറുതെ വിടില്ല. അപ്പൊ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ ആരായി? കലാപകാരികളായി. അവരെന്തിന് സമരം ചെയ്യുന്നു? അവരുടെ ലക്ഷ്യം എന്താ? ഇവിടെ ചോദ്യപേപ്പർ വിഷയത്തിൽ കൃത്യമായ നടപടി രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, സകലതും ചെയ്യുന്നു. അപ്പൊ കോക്രോച്ച് ജനതാ പാർട്ടി വിദേശ ഫണ്ട് വാങ്ങി, കോക്രോച്ച് ജനതാ പാർട്ടി പലരുടെയും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാർലമെന്റിലേക്ക് പോലും സമരം നടത്തുന്നു. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താ? നടപടികൾ തുടങ്ങി കേട്ടോ. നമ്മുടെ പാർലമെന്റിലേക്കൊക്കെ ആക്രമണം നടത്തിയ, നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ആളുകൾക്കെതിരെ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 70 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് പൊതുമുതൽ നശിപ്പിച്ചതിനുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ് ഈ സമരത്തിനിറങ്ങുന്നത്, ആരൊക്കെയാണ് കലാപ ആഹ്വാനം നടത്തുന്നത്. നിരവധി ആളുകൾക്കെതിരെ രാജ്യത്തെ നിയമ നടപടികൾ കൃത്യമായിട്ട് പിറകെ തന്നെ വന്നുകൊണ്ടിരിക്കും. രാജ്യത്തെ നിയമ നടപടികൾ കൃത്യമായിട്ട് പിന്നാലെ വരുന്നുണ്ട്. ഈ കലാപകാരികൾക്ക് പിന്നാലെ മറ്റൊരു വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമരത്തിലേക്ക് തുനിഞ്ഞിറങ്ങിയിട്ടുള്ള കലാപ ആക്രമണങ്ങളൊക്കെ നടത്തുന്ന ആളുകളുടെ പാസ്പോർട്ട് ഉൾപ്പെടെ റദ്ദാക്കുമെന്നുള്ള കൃത്യമായ നീക്കങ്ങളും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കലാപകാരികളെ വെറുതെ വിടില്ല കേട്ടോ. ഒരാളെപ്പോലും കലാപകാരികളെ വെറുതെ വിടില്ല. 20ഓളം വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്ത കേസ് ഉൾപ്പെടെ, 118 പോലീസുകാരെ ആക്രമിച്ച കേസ് ഉൾപ്പെടെ ഇത്തരം രാജ്യത്തെ നിയമപരമായ നടപടി സ്വീകരിക്കുമ്പോൾ ഈ സമരത്തിന് ഇന്ന് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് ജീവിതകാലം മുഴുവൻ ആ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ മാത്രം കേസ് കൃത്യമായിട്ടുണ്ടാവും എന്നുള്ളതും ഒരു തർക്കവും വേണ്ട. അതായത് രാജ്യത്ത് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നടുവൊടിച്ചുകൊണ്ട അർദ്ധരാത്രിയിൽ നരേന്ദ്രമോദിയുടെ കൃത്യമായ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഞാൻ രാജ്യത്തെ പുതുതലമുറക്കൊപ്പമാണ്. രാജ്യത്തെ പുതുതലമുറയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നുള്ള പ്രഖ്യാപനം ഇൻസ്റ്റാഗ്രാമിൽ കൃത്യമായിട്ട് കാണാം. എന്തുമാതിരി ആളുകളാണ് വന്നിട്ട് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ എന്തോ മലമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ദയവ് ചെയ്തിട്ട് ഉളുപ്പുണ്ടെങ്കിൽ, മാനമുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇൻസ്റ്റാഗ്രാമുമായി ഫുൾ ടീമും കോക്രോച്ച് ജനതാ പാർട്ടിക്കൊപ്പമാണ് എന്നുള്ള നിറകേട്, ആ പച്ച നുണ ഇനിയെങ്കിലും വിളിച്ചു പറയാതിരിക്കുക. നരേന്ദ്രമോദിയുടെ വീഡിയോ വന്ന് 1 മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ പിന്തുണച്ച് ഈ രംഗത്ത്. രാജ്യത്തെ പുതുതലമുറ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ അദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു. ഏകദേശം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നടുവ് തന്നെയാണ് ഒടിഞ്ഞ് വീണിട്ടുള്ളത്.